കൃഷി വകുപ്പിലെ കൃഷി അസിസ്റ്റന്റുമാരുടെയും അസിസ്റ്റന്റ് കൃഷി ഓഫീസർമാരുടെയും സംഘടനയായ കേരള അഗ്രികൾച്ചറൽ ടെക്നിക്കൽ സ്റ്റാഫ് അസോസിയേഷൻ പാലക്കാട് ജില്ലാ സമ്മേളനം നടത്തി. ജനുവരി 22-ന് അധ്യാപക സർവീസ് സംഘടനാ സമരസമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സമരച്ചങ്ങല വിജയിപ്പിക്കാൻ തീരുമാനിച്ചു. ടോപ്പിൻ ടൗൺ ഹാളിൽ CPI ജില്ലാ സെക്രട്ടറി സുമലത മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. എല്ലാ കൃഷിഭവനുകളിലും അസിസ്റ്റന്റ് കൃഷി ഓഫീസർ തസ്തിക സൃഷ്ടിക്കണമെന്നും എല്ലാ മുനിസിപ്പാലിറ്റി കൃഷിഭവനുകളിലും അഗ്രികൾച്ചറൽ ഫീൽഡ് ഓഫീസർ തസ്തിക സൃഷ്ടിക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. 12ാം ശമ്പള പരിഷ്കരണം ഉടൻ നടപ്പിലാക്കുക, ക്ഷാമബത്ത കുടിശ്ശിക ഉടൻ നൽകുക, പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുക, കേന്ദ്രത്തിന്റെ കേരളത്തോടുള്ള സാമ്പത്തിക വിവേചനം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചു. ജില്ലാ പ്രസിഡന്റ് സി സന്തോഷിന്റെ അധ്യക്ഷതയിൽ ജനറൽ സെക്രട്ടറി സി അനീഷ് കുമാർ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. കേരളത്തിലെ മുഴുവൻ കൃഷിഭവനുകളിലും ഒരു സീനിയറായ ഉദ്യോഗസ്ഥരുണ്ടായിരിക്കണം എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു അസിസ്റ്റന്റ് കൃഷി ഓഫീസർ തസ്തിക എല്ലാ കൃഷിഭവനുകളിലും വേണമെന്ന നിലപാട് നമ്മൾ എടുത്തിട്ടുള്ളത്. ആ നിലപാടാണ് നമ്മൾ ഗവൺമെന്റിനോട് പറഞ്ഞത്. ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി കഴിഞ്ഞ സമ്മേളനത്തിൽ നമുക്ക് കൃത്യമായി ആ നിർദ്ദേശം ഉറപ്പു നൽകിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട ചടുലമായ നീക്കങ്ങൾ നടത്തിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട വിഷയം ഇപ്പോൾ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ ആ ഫയൽ എത്തിച്ചേർന്നിരിക്കുന്നത് ജോയിന്റ് കൗൺസിലും കട്സയും നടത്തിയ വളരെ ആത്മാർത്ഥമായ ഇടപെടലിന്റെ ഭാഗമാണ് എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സൂചിപ്പിക്കുന്നത്. മറ്റൊന്ന്, നമ്മുടെ തസ്തികയുടെ പേര് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ്. നിങ്ങൾക്കറിയാമല്ലോ, കാലത്തിനനുസരിച്ച് എല്ലാ തസ്തികയുടെയും പേര് മാറ്റുക. പോലീസുകാരുടെ പേര് മാറ്റി സിവിൽ പോലീസ് ഓഫീസറാക്കി. അതുപോലെ തന്നെ ആരോഗ്യവകുപ്പിലെ നഴ്സുമാരുടെ പേര് മാറ്റി. ഓരോ തസ്തികയുടെയും പേര് മാറ്റി. ഫോറസ്റ്റിലെ ഡിപ്പാർട്ട്മെന്റിലെ തസ്തികയുടെ പേര് മാറ്റി. അതിനനുസരിച്ച് കേരളത്തിലെ കൃഷി വകുപ്പിലെ കൃഷി അസിസ്റ്റന്റുമാരുടെ പേര് മാറ്റി അഗ്രികൾച്ചറൽ ഇൻസ്പെക്ടർ എന്നാക്കി മാറ്റണമെന്ന് ഒരു നിർദ്ദേശം ബഹുമാനപ്പെട്ട മന്ത്രിയുടെ മുന്നിലേക്ക് നമ്മൾ വെച്ചു. പക്ഷെ ആ നിർദ്ദേശത്തിൽ ചിലർക്കൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില ബുദ്ധിമുട്ടുകളുണ്ട്. എന്തുകൊണ്ടാ ആ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള കാരണം ഇത് തന്നെയാണ്. അതൊരു പക്ഷേ നിങ്ങൾക്കും വ്യക്തമായി അറിയാം. അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്റെ ആരാണ് എന്നുള്ളതാണ്. പക്ഷേ അഗ്രികൾച്ചർ ഇൻസ്പെക്ടർ വന്നാൽ എന്റെ അത് എന്ന് പറയാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് അവർ ആ കാര്യത്തിൽ അത് ചൂണ്ടിക്കൊണ്ടിരിക്കുന്നത്. ജോയിന്റ് കൗൺസിൽ സംസ്ഥാന വൈസ് ചെയർമാൻ VC ജയപ്രകാശ്, ജോയിന്റ് കൗൺസിൽ ജില്ലാ സെക്രട്ടറി M അംജദ് ഖാൻ, ജില്ലാ പ്രസിഡന്റ് MS അനിൽകുമാർ, KATS സംസ്ഥാന പ്രസിഡന്റ് P ധനുഷ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് B പ്രമിത, ജില്ലാ ജോയിന്റ് സെക്രട്ടറി രമ, ജില്ലാ കമ്മിറ്റി അംഗം രമ്യ എന്നിവർ സംസാരിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം S പ്രസാദ് കുമാർ സ്വാഗതവും ജില്ലാ സെക്രട്ടറി K ബിനോജ് പ്രവർത്തന റിപ്പോർട്ട് അവതരണവും നടത്തി. ജില്ലാ കമ്മിറ്റി അംഗം V ബിജുമോൻ വരവ് ചിലവ് കണക്ക് അവതരിപ്പിച്ചു. ജില്ലാ വനിതാ കമ്മിറ്റി പ്രസിഡന്റ് M വിജയകുമാരി നന്ദി പറഞ്ഞു. ഭാരവാഹികളായി സന്തോഷ് പ്രസിഡന്റ്, S അർജുൻകുമാർ വൈസ് പ്രസിഡന്റ്, CN സുശ്രുത വൈസ് പ്രസിഡന്റ്, ബിനോജ് K സെക്രട്ടറി, M സതീഷ് ജോയിന്റ് സെക്രട്ടറി, MR രമ്യ ജോയിന്റ് സെക്രട്ടറി, പ്രസാദ് കുമാർ ട്രഷറർ എന്നിവരെ തിരഞ്ഞെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.